ശരിയാ. ഒരു തിരഞ്ഞെടുപ്പിൻ്റെ കാലത്തിലേക്ക് നമ്മൾ എത്തി. തിരഞ്ഞെടുപ്പ് അതിൻ്റെ ആ ഒരു ആംബിയൻസിലേക്ക് ആയി വരികയാണ്. ഏതെങ്കിലും ഒരു തിരഞ്ഞെടുപ്പ് കാലത്തേക്ക് നമ്മൾ എത്തുന്ന അവസരത്തിൽ CPM-നകത്ത് മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ പിണറായി വിജയൻ എന്ന അവരുടെ നേതാവിനെ അദ്ദേഹം നയിക്കും എന്നൊക്കെ പറയുന്ന രീതിയിൽ പിണറായിക്ക് വേണ്ടി ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തോ എന്ന് നമുക്ക് തോന്നലുണ്ട്. കാര്യം CPM എന്ന് പറയുന്ന പാർട്ടിയിൽ സ്തുതിപാഠകരെ പാടില്ല, വ്യക്തിപൂജ പാടില്ല എന്ന് മറ്റു പലരുടെയും കാര്യങ്ങളിൽ കൃത്യമായ നിലപാടെടുത്തൊരു പാർട്ടി സെക്രട്ടറി കൂടിയായിരുന്നു പിണറായി വിജയൻ. VS-നെ പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ P. ജയരാജനെ പറഞ്ഞത് ഓർമ്മയുണ്ട്. നിരവധി നേതാക്കളെ പറഞ്ഞിട്ടുണ്ട്. ആ പിണറായിക്ക് വേണ്ടി ഒരു ക്യാമ്പയിൻ സോഷ്യൽ മീഡിയകളിൽ ആരംഭിച്ചിട്ടുണ്ട്. അത് പിണറായി അറിഞ്ഞു തന്നെ പിണറായിയുടെ അനുവാദത്തോടെ അനുഗ്രഹാശംസകളോടെയാണ് എന്ന് തന്നെ നമുക്ക് പറയാം ഈ അവസരത്തിൽ. അല്ലാതെ ഇതിനോടകം തന്നെ അദ്ദേഹം കാരണഭൂതനാണ്, അദ്ദേഹം എല്ലാമാണ്, വേറെയും അദ്ദേഹത്തിനെ കുറിച്ചുള്ള വാക്കുകൾ എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ് പോഴ്ത്തിയതൊക്കെ കപ്പിത്താനാണ്. അപ്പോൾ ഇതൊരു ക്യാമ്പയിൻ ആണോ? എൻ്റെ ഒരു സംശയം. ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ വ്യക്തിപൂജ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതേ പാർട്ടി തന്നെ കഴിഞ്ഞിടയ്ക്കൊക്കെ നമുക്ക് കോമഡി പീസായിട്ട് കിട്ടിയ കുറേ സാധനങ്ങൾ കഴിഞ്ഞ ഭരണത്തിൻ്റെ സമയത്തും ഈ ഭരണത്തിൻ്റെ സമയത്തും ഒക്കെ ആയിട്ട് വന്നു. തിരുവാതിരപ്പാട്ടൊന്നും നമ്മൾ ഒരിക്കലും മറക്കില്ല. ഇന്നീ കാരണഭൂതൻ പിണറായി ഭരിച്ചിടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തിരുവാതിരപ്പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ സെക്രട്ടേറിയറ്റിന്റെ ഒരു ഫംഗ്ഷനിലും ഇതുപോലെ തന്നെ പിണറായിയുടെ സ്തുതിയൊക്കെ ആയിട്ട് പുതിയ പാട്ടുകളൊക്കെ വന്നു. ഇതൊക്കെ കേട്ട് നമ്മുടെ പാണ്ഡ്യല ഷാജി സാറാന്ന് തോന്നുന്നു പറഞ്ഞത് ഈ രജനീകാന്ത് സ്റ്റൈലിൽ നടന്നു വരുന്ന പിണറായി വിജയനെ അപ്പൊ അദ്ദേഹം ഉള്ളില് ആ പണ്ടത്തെ ഒരു സ്റ്റൈലിലൊക്കെ തന്നെയാണ് അദ്ദേഹം പോകുന്നത്. അപ്പൊ വ്യക്തിപൂജ എന്ന് പറയുന്ന കാര്യം ഓക്കെ. പക്ഷെ ഇവിടെ ഈ ഒരു സർക്കാർ വന്നേ പിന്നെ രണ്ടാം പിണറായി സർക്കാർ തുടങ്ങിയ പിന്നെ ഏറ്റവും കൂടുതൽ പിണറായിനെ പ്രൈസ് ചെയ്ത് സംസാരിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു വീണ ജോർജ് ആണെന്ന് തോന്നുന്നു. മന്ത്രി വീണ തന്നെയാണ് ആദ്യത്തെ നിയമസഭാ പ്രസംഗത്തിൽ തന്നെ ഈ കപ്പിത്താൻ പട്ടം പിണറായി വിജയന് കൊടുത്ത ആള്. നമ്മുടെ അതൊരു ഉദ്ദിഷ്ടകാര്യത്തിന്റെ ഉപകാരസ്മരണയാണെങ്കിലും അദ്ദേഹത്തെ ഏറിൽ കയറ്റി ഈ 5 വർഷവും കപ്പിത്താൻ എന്ന് പറയുന്ന പേര് ആൾക്കാർ വേണ്ടിടത്തും വേണ്ടാത്തടത്തും ഒക്കെ ട്രോളി അങ്ങേറ്റം നശിപ്പിച്ചെടുത്തു അദ്ദേഹത്തെ. അപ്പോൾ എന്തായാലും കപ്പിത്താനായി. ഈ കപ്പൽ ആടി ഉലയില്ല സാർ പറഞ്ഞ ആളുടെ കപ്പലും മുങ്ങി, കപ്പിത്താനും മുങ്ങി. ഇപ്പോൾ വീണ ജോർജ് മാത്രമായിട്ട് അവിടെ നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുപോലെയുള്ള സ്തുതി പാഠകരെ ഇപ്പോൾ സ്തുതി പാടുന്നത് ഇഷ്ടമുള്ള ഒരാൾ കൂടിയാണ് ഇപ്പോൾ പിണറായി വിജയൻ. ഇപ്പോഴത്തെ റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഏറ്റവും നല്ലൊരു സ്തുതി ഗീതം എന്ന് പറയുന്നത് ശൈലജ ടീച്ചറുടെ വകയാണ്. ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നൊരു ഇൻ്റർവ്യൂവിൻ്റെ ബിറ്റിൽ അവർ പറയുന്നത് വേറൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു പ്രായമായ ദരിദ്ര കുടുംബത്തിൽപ്പെട്ട ഒരു 3 അമ്മമാർ അവർ താമസിക്കുന്നൊരു വീട്. അപ്പോൾ ഇവർ ചോദിക്കുകയാണത്രേ, കൂടെ ഉള്ളവർ ചോദിക്കുകയാണത്രേ, എങ്ങനെയാണ് ഈ ദരിദ്ര കുടുംബമായിട്ടും എങ്ങനെ നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? ആർക്കും ജോലിയും കാര്യങ്ങളൊന്നുമില്ല, എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചാൽ അപ്പോൾ അതിലൊരമ്മ, അത് ഒരു 72 വയസ്സുള്ള ഒരമ്മ പറഞ്ഞു എന്ന്, എനിക്ക് പിറക്കാതെ പോയ മകൻ എന്നെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞു എന്ന്. അപ്പോൾ ആരാണ് ഈ പിറക്കാതെ പോയ മകൻ, ഇത്രയും വലിയ ഇങ്ങനെ ഈ പ്രായത്തിൽ സംരക്ഷിക്കുന്ന മകൻ എന്ന് ചോദിച്ചപ്പോൾ പിണറായി വിജയനാണ് പിറക്കാതെ പോയ പൊന്നുമകൻ. അറിയില്ല. അതെ, ഫസ്റ്റ് തിങ് ആദ്യം ഇവിടെ നടന്നിരിക്കുന്നത് പിറക്കാതെ പോയ മകൻ എന്ന് പറഞ്ഞ് 72 വയസ്സുള്ള അമ്മൂമ്മയ്ക്ക് 82 വയസ്സിലധികം ഉള്ള നമ്മുടെ പിണറായി വിജയനാണ് മകൻ എന്നുള്ളത് ഏറ്റവും രസകരമായിട്ടൊരു വസ്തുത. അപ്പൊ എന്തായാലും പിറക്കാതെ പോയ മകൻ, ഓക്കെ, നമ്മൾ പ്രായമില്ലാണ്ട് തന്നെ നമ്മൾ ലാലേട്ടാന്ന് അതിലും പ്രായമുള്ളവർ വിളിക്കുന്നുണ്ട്, അതൊക്കെ ഓക്കെ ഫൈൻ. പക്ഷെ ഈ ശൈലജ ടീച്ചർ ഈ സ്തുതി നടത്തിയപ്പോൾ ഒരു കാര്യം വേറൊരു രീതിയിൽ കൂടി നമ്മൾ ചിന്തിക്കേണ്ടത് വരും. അവർ പറയുന്നുണ്ട് ദരിദ്ര കുടുംബം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ തന്നെയല്ലേ പറഞ്ഞത് ദാരിദ്ര്യമൊക്കെ തുടച്ചു മാറ്റി കേരളത്തിലെ ദരിദ്ര കുടുംബങ്ങളേ ഇല്ലെന്ന്. അപ്പോൾ ശൈലജ ടീച്ചർ ഇപ്പോൾ പറഞ്ഞ എന്താ, അതിദരിദ്രമായിട്ടുള്ളൊരു കുടുംബമാണതെന്ന്. ആകെ പെൻഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ, പെൻഷൻ കിട്ടുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ പെൻഷൻ അത് മാത്രമേ കിട്ടുന്നുള്ളൂ. അങ്ങനെയാണ് ഈ പൊന്നു മകൻ സംരക്ഷിക്കുന്നത്. അപ്പോൾ അതിദാരിദ്ര്യം ഇല്ല എന്ന് പറഞ്ഞ് പിണറായി വിജയൻ നാക്ക് വിളച്ചകത്തേക്കൊന്നും ഇട്ടേ ഉള്ളൂ. ശൈലജ ടീച്ചർ ഇപ്പുറത്ത് വന്നിട്ട് പറയും അതിദരിദ്രമായിട്ടുള്ളൊരു കുടുംബമാണെന്ന്. അപ്പോൾ ഇത് ശരിക്കും സ്തുതി പാടിയതാണോ അതോ പിണറായി വിജയനിട്ടൊന്ന് താങ്ങിയതാണോ എന്ന് നമുക്ക് സംശയിച്ചാലും തെറ്റ് പറയാനൊന്നും പറഞ്ഞോട്ടെ. അതായത് പിണറായി വിജയനെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തിയാലേ ചിലപ്പോൾ KK ശൈലജയ്ക്ക് സീറ്റ് കിട്ടുള്ളൂ. ഈ അധികാരമോഹം തലക്ക് പിടിച്ചിട്ട് ഇനിയിപ്പോൾ അവരാദ്യത്തെ ഒരു രീതിയിൽ മര്യാദക്കൊന്നും നിന്ന് നോക്കിയിട്ടൊന്നും രക്ഷയില്ല എന്ന് ഉറപ്പായപ്പോൾ ഇനി അടുത്ത തവണത്തേക്ക് ഒരു സീറ്റിന് വേണ്ടിയിട്ടുള്ള സ്ഥാനമോഹികളുടെ ഒരു കരച്ചിലായിരിക്കാം. ഇപ്പോഴത്തെ ഈ സമയത്ത് ഈ ഘട്ടത്തിൽ പിണറായി വിജയൻ തന്നെയാണ് CPM എന്ന് പറയുന്നത് അയാൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു അന്തിമ ഘട്ടത്തിൽ ഒരു പേര് പൊങ്ങി വന്നാൽ വേണ്ട ശൈലജ എന്ന് ഇദ്ദേഹം പറയാതിരിക്കാനുള്ള സോപ്പിംഗ് ആണെന്ന് ആർക്കറിയാം. സോപ്പിംഗ് ആയിരിക്കാം ചിലപ്പോൾ. എന്തായാലും ഒരു സീറ്റൊക്കെ വേണ്ടി വരുമായിരിക്കും പാവത്തിന്. എന്തായാലും സ്തുതി പാടിയാലേ അത് കിട്ടുള്ളൂ. സ്തുതി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ മൂക്കും കുത്തി വീഴുന്ന ഒരു സ്വഭാവക്കാരനാണ് പിണറായി എന്ന് കൂടി ആ പറഞ്ഞതിൽ അർത്ഥം ഉണ്ടാവണം. അപ്പോൾ
എന്തായാലും ശൈലജ പറഞ്ഞത് എന്തായാലും തിരിച്ചു മടിച്ചിട്ടുണ്ട്. ഈ അതിദരിദ്രം ഇല്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ദരിദ്ര കുടുംബം എന്ന് ശൈലജ ടീച്ചർ തന്നെ പറയുമ്പോൾ പിന്നെ ശൈലജ മനസ്സറിഞ്ഞുകൊണ്ട് ഇത്രയും അങ്ങോട്ട് പൊക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല പിണറായി വിജയനെ. അവർക്കിട്ട് ഏറ്റവും കൂടുതൽ പണി കൊടുത്തിട്ടുള്ളത് ഈ പിണറായി വിജയൻ. കാരണം പാവത്തിന് 2ാം മന്ത്രിസഭയിൽ പിണറായിയേക്കാളും ചിലപ്പോൾ മുകളിൽ നിന്ന അല്ലെങ്കിൽ മനസ്സുകളിൽ നിന്ന ഒരാളാണ്. വോട്ട് കിട്ടിയത് അവർക്കാണ്. അപ്പൊ അങ്ങനെ ഒരാളെ നൈസായിട്ട് മാറ്റി അവർക്ക് മന്ത്രിക്കസേര പോലും കൊടുക്കാണ്ട് അവരങ്ങോട്ട് ഒതുക്കിക്കളഞ്ഞ ആൾ കൂടിയാണ് പിണറായി വിജയൻ. പിന്നെ പല മീറ്റിങ്ങുകളിലും പല ചടങ്ങുകളിലും അവരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ വിമർശിച്ചിട്ടുമുണ്ട്. നവകേരള യാത്ര ഇപ്പൊ അദ്ദേഹം നടത്തിയല്ലോ, ഈ രക്ഷാപ്രവർത്തനം നടത്തിയ യാത്രയിൽ അദ്ദേഹം ഈ മട്ടന്നൂർ ഭാഗത്ത് കണ്ണൂർ ഇദ്ദേഹം പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ ഈ ബഹുമാനപ്പെട്ട ഈ ശൈലജ ടീച്ചർ സംസാരിച്ചപ്പോൾ സമയം നീണ്ടുപോയതിന് അവരെ വേദിയിലിരുന്ന് ശകാരിച്ചൊരു കഥ കൂടെ നമുക്കുണ്ട്. അപ്പൊ ശൈലജയെ ഒളിഞ്ഞും തെളിഞ്ഞും നല്ല വിജയേട്ടനാണ് ഈ പിണറായി വിജയൻ എന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഈ ശൈലജ ടീച്ചർ വിളിക്കുന്നത് വിജയേട്ടൻ എന്നാണ്. ശൈലജ ടീച്ചറുടെ പല കാര്യങ്ങളും തിരിച്ചടിക്കുന്നത് പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. നേരത്തെ നമ്മുടെ കണ്ണൂർ ഭാഗത്തൊരു പോസ്റ്റർ കണ്ടതും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പോസ്റ്റർ കണ്ടതും ഇവിടെ എല്ലാം നമ്മൾക്ക് ആധുനിക സൗകര്യങ്ങളെല്ലാം ഉണ്ട്, പിന്നെ എന്തിനാടാ നീ അങ്ങ് അമേരിക്കയിൽ പോകുന്നതെന്ന് ചോദിച്ചിട്ടുള്ളൊരു പോസ്റ്റർ വാചകമാണ്. ഇതാരോടാണ് എന്തിനാടാ നീ അമേരിക്കയിൽ പോണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയനാണ് ഏറ്റവും കൂടുതൽ തവണ അമേരിക്കയിലേക്ക് പോയിട്ടുള്ളത് ചികിത്സാർത്ഥം. അപ്പൊ അദ്ദേഹത്തിനുള്ള കൊത്താണോ അതെന്ന് പോലും നമുക്ക് അങ്ങനെ അത് പോസ്റ്റർ വാചകമായിട്ട് കേരള മോഡൽ അടിപൊളിയാണ്, നമ്മുടെ കേരളത്തിലെ ആരോഗ്യസ്ഥിതി ആരോഗ്യരംഗം സൂപ്പർ നമ്പർ 1 ആണെന്നുള്ള രീതിയിൽ ഒരു വലിയ പോസ്റ്റർ വാചകമാണ്. പക്ഷെ അതിനിടയിൽ ഇങ്ങനെ എഴുതിയേക്കണം ഇവിടെ നമുക്കെല്ലാം ഉണ്ടാ, പിന്നെ എന്തിനാടാ നീ അമേരിക്കയ്ക്ക് പോണേന്നുള്ള ഒരു പോസ്റ്ററാണ്. പക്ഷെ ആ പോസ്റ്റർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ശൈലജ ടീച്ചർക്ക് നേരിട്ട് ചോദിക്കാൻ പറ്റാത്ത സാധനം പോസ്റ്ററിൽ കൂടി പിണറായി വിജയനോട് ചോദിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ശൈലജ ടീച്ചർ മനസ്സുകൊണ്ട് അറിഞ്ഞുകൊണ്ട് എന്തായാലും ഇത്രയും വലിയ പുകഴ്ത്തൽ കൊടുക്കുന്നു തോന്നുന്നില്ല. ജീവനത്തിന്റെ ഭാഗമാണ് അവർക്കൊക്കെ ഇപ്പൊ ഒരു ഏകസ്വരം എന്ന് പറയുന്നത് അദ്ദേഹമാണ്. പറഞ്ഞതുപോലെ ഇനി സീറ്റ് വേണം എന്നുണ്ടെങ്കിൽ പിണറായി തന്നെ കനിയണം. അദ്ദേഹം തന്നെ കനിയണം. അല്ലെ വേറൊരു ചോദ്യം, ഇപ്പൊ VS കൂടെ മരിച്ചു, അല്ലെങ്കിൽ ഇപ്പൊ G സുധാകരൻ പാർട്ടിയിൽ ഒന്നുമല്ല, ഒരു ഒറ്റ ആളായി പിണറായി വിജയൻ നിൽക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ചോദിക്കാൻ ഒരു എതിർ ശബ്ദമില്ല. ആ എതിർ ശബ്ദം ഇല്ലാത്തപ്പോൾ പിന്നെ ഇതൊക്കെ സംഭവിക്കാൻ സ്വാഭാവികമാണ്. കാര്യം പറഞ്ഞപ്പോ ഇത് കൂടി പറഞ്ഞോട്ടെ, VSന്റെ മകനെ ഇക്കുറി ഇറക്കുന്നു എന്നുള്ളൊരു സ്ഥാനാർത്ഥിയാക്കുന്നുണ്ട്. ചെറുപ്പക്കാരൻ സമ്മതിക്കുമോ എന്നുള്ള അറിയില്ല. കാര്യം ജീവിച്ചിരുന്ന VSനെ ഇവർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം. എന്നിട്ട് അദ്ദേഹത്തിന്റെ മകനെ ഇറക്കി നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണോ എന്തോ, അതൊക്കെ ഇനി കണ്ടു തന്നെ അറിയാം. എന്തായാലും അച്ഛനോളം വരില്ല മകൻ. അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിനെ ഓർമ്മിക്കാൻ, അദ്ദേഹത്തിന് വീണ്ടും അദ്ദേഹത്തിന്റെ റിമംബറൻസിലൂടെ 10 വോട്ട് കിട്ടട്ടെ എന്ന തന്ത്രമാണ് ഇവർക്കുള്ളത്. അതാണ് ഇവരുടെ തന്ത്രം. അതും അവിടെയും വോട്ട് ഈ ക്ഷീരമുള്ളവർ അകിലും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെയുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഇവർക്കുള്ളൂ. അങ്ങനെ ആവുമ്പോൾ ഈ പറയുന്ന പോലെ KK ശൈലജ എന്ന മുൻ ആരോഗ്യ മന്ത്രി അവർക്ക് ഒരിക്കൽ കൂടെ സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ പറഞ്ഞ ലോജിക്കിന് ചേരാത്ത കാര്യങ്ങൾ, ഇപ്പം ഇതിൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ. ഇപ്പോൾ ഒരു പ്രതീകം എന്ന പോലെ പറഞ്ഞത് വേണമെങ്കിലും പറയാം. കാര്യം സീറ്റ് കിട്ടണം എന്നത് ഇതിനകത്ത് ഇന്നർ മീനിങ് ആണ്. പക്ഷേ ഇതുപോലത്തെ ലക്ഷക്കണക്കിന് വയോധികരെ സംരക്ഷിക്കുന്ന ഒരു ജനകീയനായ നേതാവാണ് പിണറായി വിജയൻ എന്നുകൂടി ജനങ്ങളിലേക്ക് പറഞ്ഞു വെക്കാനുള്ള ഒരു വഴിയാണ് ഈ കഥ. അതിന് കള്ളക്കഥയാണോ നടന്ന കഥയാണോ എന്നൊക്കെ അത് ശൈലജ ടീച്ചറിന് മാത്രമേ അറിയൂ.